അപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ഏഷ്യൻ സ്റ്റോറി പോയി അവിടെ കുറച്ച് ഞണ്ടിനെ വാങ്ങിച്ചതാണ്. നമ്മുടെ നാട്ടിലിരിക്കുന്ന പോലെ തന്നെ ഒരു ഞണ്ട്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇത് പെഞ്ഞണ്ടാണ്, ഇതെല്ലാം പെഞ്ഞുണ്ടാവും. ഇതിൻ്റെ ബാക്കിൽ കാണുന്നത് ഇതിൻ്റെ ഷേപ്പ് കറക്റ്റ് ട്രയാങ്കിൾ പോലെയാണ് ഇരിക്കണമെങ്കിൽ ഇത് ആണായിരിക്കും, അല്ലാണ്ട് ഇങ്ങനെ ഓൾമോസ്റ്റ് റൗണ്ട് പോലെ തന്നെയാണെങ്കിൽ അത് പെണ്ണായിരിക്കും. പിന്നെ അതുപോലെ തന്നെ പണ്ട് ഞങ്ങൾ ഈ ഞണ്ടറമ്പലേക്ക് ഇടാൻ നേരത്തെ നമ്മുടെ കമ്മട്ടിക്കാലിനെ കിട്ടൂലേ, അപ്പം നമ്മൾ ചെയ്യണ ഒരു പരിപാടിയുണ്ട്. നമ്മൾ കറിയാണ്ട് എടുക്കുമ്പോൾ മാത്രം ഒട്ടിപ്പുറമാണ് ഈ നെരിച്ചിക്കാലില്ലേ, ഞങ്ങളുടെ നാട്ടിൽ ഇതിന് നെരിച്ചിക്കാലെന്നാണ്. ഇത് നെരിച്ചിക്കാല്, ഇത് പൊങ്കക്കാല്. അപ്പം ഇതിങ്ങനെ ഒടിച്ചെടുക്കും. വലിയ ഞണ്ടിൻ്റെ ആണെങ്കിൽ ഇത് ഒടിച്ചെടുത്തിട്ട് നേരെ ഈർക്കങ്കാലിൻ്റെ ഇടയിലോട്ട് ഇങ്ങോട്ട് കയറ്റി വെച്ച് കൊടുക്കും. അപ്പോൾ പിന്നെ നമ്മളെ ഈ സാധനം കടിക്കില്ല. അപ്പോൾ ഞണ്ടിനെ കെട്ടിയെടുക്കാൻ എളുപ്പമാണ്. നമ്മൾ കറിയാണ്ട് എടുക്കുമ്പോൾ മാത്രം ഇങ്ങനെ ചെയ്യാറുള്ളൂ. അപ്പോൾ നമ്മൾ ഞണ്ടൊക്കെ എല്ലാം സെറ്റാക്കി വെട്ടി ക്ലീനാക്കി പിന്നെ അതിൻ്റെതേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ്. നമ്മുടെ നാട്ടിലിങ്ങനെ കുറേ ഉപ്പിട്ടിട്ട് ഉപ്പും മഞ്ഞപ്പൊടിയിട്ട് വറ്റി വെക്കാന്നൊന്നുമില്ല, ആ സെയിം പരിപാടിയാണ്. പിന്നെ അതിൻ്റെ അകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചെയ്തേട്ടോ, ഒരുപാടൊന്നും വേണ്ട. മതി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. ഇതിൽ 2-3 പച്ചമുളകിൻ്റെ കഷ്ണം, പിന്നെ വെളുത്തുള്ളി അത് ഓപ്ഷനല്ല കേട്ടോ, ഉള്ള പരിപാടി. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിന് 4 ഞണ്ടുള്ള അതിൻ്റെ. അപ്പോൾ നമ്മൾ ഞണ്ട് കറി നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഉരുളക്കാൻ കൂടി അതിൻ്റെ അകത്തിട്ടുണ്ട്. നമ്മൾ കൊച്ചിക്കാരുടെ ഫേവറേറ്റ് ഉരുളക്കിഴങ്ങ്, ഞണ്ടും ചെമ്മീൻ, അങ്ങനത്തെ ഒരു പരിപാടി. അപ്പോൾ നമ്മുടെ ഞണ്ട് കറി സെറ്റായിട്ടുണ്ട്. ചോറ് സൈഡിൽ റെഡിയാണ്. അപ്പോൾ നമ്മളിത് കഴിക്കാൻ പോകാം. അത്രേ ഉള്ളൂ നമ്മുടെ അന്നത്തെ പരിപാടി.